خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة ഫുസിലത്തില് പതിനാറാമത്തെ ആയത്ത് മുതൽ 17 മുതൽ ആയത്തിനാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. 19 മുതൽ يحشر أعداء الله إلى النار وهم يوزعون حتى إذا ما جاءوها شهد عليهم سمعهم وأبصارهم وجلودهم بما كانوا يعملون وقالوا لجلودهم لم شهدتم علينا قالوا أنطقنا الله الذي أنطق كل شيء وهو خلقكم أول مرة وإليه ترجعون وما كنتم تستترون أن يشهد عليكم سمعكم ولا أبصاركم ولا جلودكم ولكن ظننتم أن الله لا يعلم كثيرا مما تعملون. 19 മുതൽ 22 വരെയുള്ള ആയത്തുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി. പരലോകത്ത് വിവിധ രൂപത്തിലുള്ള സാക്ഷികളെ അള്ളാഹു കൊണ്ടുവരുന്നത് ഓരോ മനുഷ്യനും പ്രവർത്തിച്ചതിനെതിരായിക്കൊണ്ട് അവരുടെ തന്നെ കൈകാലുകൾ സംസാരിക്കുകയും അവരുടെ തന്നെ കേൾവിയും കാഴ്ചയും തൊലികളും അവർക്കെതിരെ സാക്ഷിക്കുകയും ചെയ്യുന്ന വളരെ വെളിപ്പെടുത്തുന്ന ഒരു രംഗമാണ് ആ ആയത്തുകളിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുന്നത്. സൂറത്ത് യാസീനിലും ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മിക്കുകയുണ്ടായി. യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അന്ന് വായകൾക്ക് സീൽ വെക്കപ്പെടുകയും കൈകൾ സംസാരിക്കുകയും കാലുകൾ സാക്ഷി നിൽക്കുകയും ചെയ്യുന്ന സമയമാണ്. പ്രവർത്തിച്ച ഓരോ കാര്യങ്ങളെ കുറിച്ചും അവിടെ വിസ്തരിക്കും. സാക്ഷികൾ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്ന ദിവസം. അതുപോലെ തന്നെ ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹ വഖാല ഇൻസാനു മാ ലഹ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറ. അന്ന് ഭൂമി അതിന്റെ സംസാരങ്ങൾ സംസാരിക്കും. ബിഅന്ന റബ്ബക ഔഹാ ലഹ. ഭൂമി അല്ലാഹുവിന്റെ ബോധനപ്രകാരം സംസാരിക്കും. അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും അള്ളാഹുവിന്റെ മുന്നിൽ പോയി നിൽക്കേണ്ട ആ ഒരു ദിവസത്തെ കുറിച്ചുള്ള ബോധം ഉള്ളവരായിരിക്കണം, മുറാഖബത്തുള്ളവരായിരിക്കണം, ഇടയ്ക്കിടെ നമ്മൾ മുഹാസബത്ത് നടത്തുന്നവരായിരിക്കണം എന്നതൊക്കെയാണ് ഈ ആയത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതിലൂടെയാണ് നമുക്ക് ഇഹ്സാൻ എന്ന പദവിയിലേക്ക് എത്താൻ സാധിക്കും. ജിബ്രീൽ ഒന്ന് ചോദിക്കുന്നുണ്ട്, അഖ്ബിർനി മാ ഹുവൽ ഇസ്ലാം, അഖ്ബിർനി മാ ഹുവൽ ഈമാൻ, അഖ്ബിർനി മാ ഹുവൽ ഇഹ്സാൻ. ഈമാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തില്ലേ? അൻതുമിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽ യൗമിൽ ആഖിരി വൽ ഖദരി ഖൈരിഹി വശർരിഹി മിൻ അല്ലാഹി തആല. ഖാല സദഖ്. നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കലും മലക്കുകളിൽ വിശ്വസിക്കലും ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കലും പ്രവാചകന്മാരിൽ വിശ്വസിക്കലുമാകുന്നു, അന്ത്യനാളിൽ വിശ്വസിക്കലാകുന്നു. നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹു കണക്കാക്കിയതെന്ന കതിരിലുള്ള വിശ്വാസമാകും. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, വളരെ സത്യമാണ് നിങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ അത്ഭുതപ്പെട്ടു, എന്തോ ഒരു മതപരമായ കാര്യം ചോദിക്കാൻ വന്നതാണെന്ന് വിചാരിച്ചത്. പക്ഷെ പ്രവാചകൻ പറയുമ്പോഴേക്ക് അദ്ദേഹം പറഞ്ഞു, വളരെ ശരിയാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞു, അഖ്ബിർനി മാ ഹുവൽ ഇസ്ലാം, എന്താണ് ഇസ്ലാം? ഖാല അൻ തശ്ഹദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വതുഖീമ അസ്സലാ വതുഅ്തിയ അസ്സകാ വതസൂമ റമളാൻ വതഹജ്ജ അൽബൈത ഇൻ ഇസ്തതഅത ഇലൈഹി സബീല. നിങ്ങൾ എന്ത് ചെയ്യലാകുന്നു? അല്ലാഹു മാത്രമാകുന്നു ആരാധ്യനെന്നും
മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാണെന്നും സാക്ഷ്യം വഹിക്കണം. നമസ്കാരം മുറ പോലെ നിലനിർത്തണം. സക്കാത്ത് കൊടുത്തു വിടണം. റമദാനിൽ നോമ്പനുഷ്ഠിക്കണം. സാധിക്കുമെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഫർളായ ഹജ്ജ് ചെയ്യണം. അപ്പോഴും പറഞ്ഞു സ്വദഖ്, സത്യമാണ് പറഞ്ഞു. അഖ്ബിർനി മാ ഹുവൽ ഇഹ്സാൻ, എന്താണ് ഇഹ്സാൻ എന്ന് പറഞ്ഞു തരൂ. ഖാല അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു വഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുമ്പോൾ അള്ളാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യണം. അതാണ് ഇഹ്സാൻ. അള്ളാഹുവിനെ നിങ്ങൾ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിങ്ങളെ കാണുന്നുണ്ടെന്നുള്ള ബോധം വേണം. അതാണ് മുറാഖബത്ത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആയത്തുകളും ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആയത്തുകളും ഒക്കെ അതിലേക്ക് എത്താനാണ് നമ്മെ പ്രേരിപ്പിക്കുന്നത്. അള്ളാഹുവിനെ കാണുന്ന പോലെ ആരാധിക്കുക. അതുകൊണ്ടാണ് സഹാബികൾക്കൊക്കെ യുദ്ധത്തിൽ അമ്പ് തറച്ചാല് എന്താണ് അത് പറിച്ചെടുക്കാൻ വേണ്ടി നിസ്കരിക്കാൻ നിൽക്കാന്നാണ്. നിസ്കരിക്കാൻ നിൽക്കുമ്പോ അമ്പ് പറിച്ചാൽ അവർക്ക് വേദന അറിയില്ല, അല്ലേ? നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുന്നവരാണ് എല്ലാ ചിന്തയും നമ്മുടെ മനസ്സിലേക്ക് വരും. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. ദുനിയാവിനെക്കാളും ജോലിയെക്കാളും മറ്റ് സാമ്പത്തിക വിഷയങ്ങളെക്കാളും കുടുംബത്തെക്കാളും നമ്മുടെ സ്റ്റാറ്റസിനെക്കാളും എല്ലാത്തിനേക്കാളും വലുത് അള്ളാഹുവാണ്. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് തെക്ബീർ കണ്ടിട്ട് പിന്നാണ് മനസ്സിലേക്ക് വരുന്നത് എല്ലാ പ്രശ്നങ്ങളും. പിന്നെങ്ങനെ അള്ളാഹു അക്ബർ ആയത്? അപ്പൊ നമ്മൾ ഇഹ്സാനിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ് വിഷയം. ഇഹ്സാനിലേക്ക് എത്തിയവിടെ ആരാധനാരൂപത്തിലാവില്ല. ഇഹ്സാനിലേക്ക് എത്തിയവിടെ ഇബാദത്ത് സഹാബികളുടെ ഇബാദത്ത് പോലെയായിരിക്കും. നിസ്കാരത്തിന് മാധുര്യം ഉണ്ടാകും, നോമ്പിന് മാധുര്യം ഉണ്ടാകും, ഖിയാമുൽ ലൈലിക്ക് മാധുര്യം ഉണ്ടാകും. ഓരോ ഇബാദത്തുകൾക്കും അതിൻ്റെതായ ആത്മാവുണ്ടാകും. അതുകൊണ്ടാണ് തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. അപ്പൊ അതിലേക്ക് എത്താനുള്ള മാർഗം ഈ ആയത്തിൽ പഠിപ്പിക്കുന്ന മുറാഖബത്ത് ഉണ്ടാക്കലാണ്. അല്ല അത് ഏതെങ്കിലും പ്രത്യേകമായ രൂപത്തിൽ ഭജനയന്ത്രത്തിൽ ലഭിക്കാനുള്ളതോ ഏതെങ്കിലും രൂപത്തിൽ ഏതെങ്കിലും ഈ പ്രത്യേക കാറ്റഗറിക്കാർക്ക് അങ്ങനെ ഒരു വരമായിട്ട് കിട്ടുന്നൊന്നുമല്ല. അത് പരിശ്രമിച്ച് നേടിയെടുക്കേണ്ടത്. അതിനുള്ള പരിശ്രമത്തിന്റെ ഒന്നാമത്തെ ഘട്ടം ഈ മുറാഖബത്താണ്. കാരണം അള്ളാഹുവിനെ കാണുന്ന പോലെ ആരാധിക്കാന്ന് പറഞ്ഞിട്ട് നേരെ എല്ലാവർക്കും സാധിക്കാത്തത് കൊണ്ട് തന്നെ അടുത്ത ഘട്ടം പറഞ്ഞു എന്താണ്? അള്ളാഹു എന്നെ കാണുന്നത് എന്നുള്ള ബോധമുണ്ടാകും. അവരാണ് മുഹ്സിനീങ്ങൾ. അപ്പോ ഒരുമിച്ച് പറയുകയാണെങ്കിൽ മൂന്ന് ദറജകളാണ്. വേറിട്ട് പറയുകയാണെങ്കിൽ എല്ലാം മറ്റൊന്നിനെ പൂരിപ്പിക്കുന്നതാണ്. ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ, അല്ലെ? മുസ്ലിം എല്ലാവരും മുഅ്മിനായിക്കൊള്ളുന്നില്ല. നമ്മൾ ദറജയുടെ രൂപത്തിൽ പറയുകയാണെങ്കിൽ മുഅ്മിൻ എല്ലാവരും എന്തായിക്കൊള്ളുന്നില്ല? മുഹ്സിനായിക്കൊള്ളുന്നില്ല. അത് എല്ലാവർക്കും സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് അള്ളാഹു ഇളവ് തന്നത്. പക്ഷെ നമ്മൾ പരിശ്രമം നടത്തേണ്ടത്. ثم أورثنا الكتاب الذين اصطفينا من عبادنا فمنهم ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات بإذن الله. ഖുർആനിന്റെ വേദഗ്രന്ഥത്തിന്റെ അനന്തരാവകാശികൾ നമ്മളെ പറ്റിയാണ് പറയുന്നത്. അവരിൽ 3 തരക്കാരുണ്ട്. ഒന്നാമത്തെ വിഭാഗം ളാലിമുൽ നഫ്സി, നമ്മളെപ്പോലത്തെ സാധാരണക്കാരൻ. കുറെ നന്മകൾ ചെയ്യും, കുറെ തെറ്റും ചെയ്യും, അല്ലെ? ദുൽമ ചെയ്യും നഫ്സിനോട്. രണ്ടാമത്തെ വിഭാഗം ഒമിന്നും മുഖ്തസിദ്, നന്മയും തിന്മയും ഒരുപോലെ ആയ ആളുകൾ, അഥവാ ഹറാമിൽ നിന്നൊക്കെ വിട്ടു നിന്ന് ഫർളായ കാര്യങ്ങൾ ശ്രദ്ധ പാലിക്കുന്ന ആളുകൾ. മൂന്നാമത്തെ വിഭാഗം ഒമിന്നും സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്, അതാണ് മുഹ്സിനീങ്ങൾ. അവർ ഹറാമിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടു നിൽക്കുകയും ഫർളായ കാര്യങ്ങൾ കണിശത പാലിക്കുകയും അതോടൊപ്പം സുന്നത്തായ കാര്യങ്ങൾ ധാരാളമായിട്ട് ചെയ്ത് എന്താണ്
അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയും ചെയ്ത ആളുകളാണ്, നന്മയിൽ മുന്നേറിയവരാണ്. ആത്മാവിന്റെ കാര്യത്തിൽ 3 കാറ്റഗറി പറഞ്ഞു. ഒരു കാറ്റഗറി ഏതാണ്? 3 തരം ആത്മാവുകളുണ്ട്. ഏതൊക്കെ? ഒന്നാമത്തെ 3 ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത് സൂറത്ത് യൂസുഫിൽ പറഞ്ഞു, വമാ ഉബരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂഇ ഇല്ലാ മാ റഹിമ റബ്ബി. ഞാൻ എന്റെ നഫ്സിനെ ഒഴിച്ചു പറയുന്നില്ല, ഞാൻ എന്റെ നഫ്സിനെ കുറ്റവിമുക്തമാക്കുന്നില്ല. കാരണം എല്ലാ നഫ്സിലും തിന്മക്കുള്ള കൽപ്പന വരുന്നുണ്ട്, ലാഞ്ചന വരുന്നുണ്ട്, ആസക്തി വരുന്നുണ്ട്. ഇല്ലാ മാ റഹിമ റബ്ബി, അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടിയവരൊഴികെ. അപ്പൊ അമ്മാറത്തും ബിസ്സൂ ആയ നഫ്സ്, അതാണ് ഏറ്റവും താഴ്ന്ന നഫ്സ്, ആത്മാവിന്റെ ഏറ്റവും താഴ്ന്ന അവസ്ഥ. രണ്ടാമത്തെ സൂറത്ത് ഖിയാമയിൽ പറഞ്ഞ ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ അല്ലവാമ, തെറ്റ് ചെയ്താൽ ഉടനെ കുറ്റപ്പെടുത്തുന്ന നഫ്സ്. മിനിമം നമ്മൾ ആ ഒരു കാറ്റഗറിയിൽ എത്താൻ വേണ്ടി ശ്രമിക്കണം. മൻ സർറത്തുഹു ത്വാഅതുഹു വസാഅതുഹു മഅസിയതുഹു ഫഹുവ മുഅ്മിൻ. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു സന്തോഷം, തിന്മ സംഭവിച്ചാൽ ഒരു വല്ലാത്ത പ്രയാസം, അതുണ്ടോ? നിങ്ങൾ മുഅ്മിനാണ്. കാരണം എല്ലാവർക്കും മൂന്നാമത്തെ അവസ്ഥയിൽ എത്താൻ കഴിയില്ലെന്ന് അള്ളാഹ്ക്ക് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ അവസ്ഥയിലെങ്കിലും എത്താൻ നമ്മൾ ശ്രമിക്കണം. ഒന്നാമത്തെ അവസ്ഥയിൽ എപ്പോഴും നിന്ന് പോയാൽ ചിലപ്പോൾ സൂൽ ഖാത്തിമ ഉണ്ടാകും, മോശപ്പെട്ട അവസാനം ഉണ്ടാകും. രണ്ടാമത്തെ അവസ്ഥയിലെത്തിയാലുള്ള മെച്ചത്താണ് തൗബ പുതുക്കിക്കൊണ്ടേയിരിക്കും. മൂന്നാമത്തെ സൂറത്തിൽ ഫജ്റിൽ പറഞ്ഞ യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഏറ്റവും ഉയർന്ന അവസ്ഥയുള്ള നഫ്സാണ്. അമ്പിയാക്കളുടെ, സിദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ, വഹസുന ഉലൈക റഫീഖ, എത്ര നല്ല കൂട്ടുകാർ, അവരെ കൂടെയുള്ള നഫ്സാണ്. അതിലേക്ക് എത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഉണ്ടാവുന്നത് അല്ലെ. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനമടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ, തൃപ്തികരമായ അവസ്ഥയിൽ, അള്ളാഹുവിന് തൃപ്തി നേടിയ അവസ്ഥയിൽ റബ്ബിലേക്ക് മടങ്ങിക്കൊള്ളുക. വദ്ഖുലി ഫീ ഇബാദി, എന്റെ ഇഷ്ടദാസന്മാരുടെ കൂടെ, സിദ്ദീഖുകളുടെ, അമ്പിയാക്കളുടെ, സിദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ കൂടെ, സാലിഹീങ്ങളുടെ കൂടെ പ്രവേശിച്ചുകൊള്ളുക. വദ്ഖുലി ജന്നതി, നീ എന്റെ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചുകൊള്ളുക. അപ്പൊ ഈ ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ എന്ന കാറ്റഗറി പോലെ തന്നെ ളാലിമുൽ നഫ്സി, മുഖ്തസിദ്, സാബിഖും ബിൽ ഖൈറാത്ത് എന്ന് പറഞ്ഞ കാറ്റഗറി പോലെ തന്നെ അമ്മാറത്തും ബിസ്സൂ, നഫ്സുൽ ലവാമ, നഫ്സുൽ മുത്മഇന്ന എന്ന് പറഞ്ഞ ഈ 3 കാറ്റഗറിയും എല്ലാം നമ്മൾ പരസ്പരം ചേർത്ത് വായിക്കേണ്ട സംഗതികളാണ്. അതിനുള്ള പരിശ്രമങ്ങൾക്കാണ് ഈ ആയത്തിൽ നമുക്ക് പ്രേരിപ്പിക്കേണ്ടത്. കാരണം കഴിഞ്ഞ 22ാമത്തെ ആയത്തിൽ പറഞ്ഞ പോലെ വമാ കുൻതും തസ്തഖിറൂന അൻ യശ്ഹദ അലൈക്കും സമഉകും വലാ അബ്സാറുകും വലാ ജുലൂദുകും, അല്ലേ? സ്വന്തം കേൾവിയും കാഴ്ചയും തൊലികളും ഒക്കെ നിങ്ങൾക്കെതിരെ സാക്ഷി പറയുന്നതിൽ നിന്ന് മറഞ്ഞു പോകാൻ നിങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ല. വലാകിൻ വലൻതും അന്നല്ലാഹ ലാ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ, പക്ഷേ നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും അള്ളാഹു അറിയുന്നില്ല എന്ന തെറ്റായ ധാരണയാണ് നിങ്ങളെ നാശത്തിലെത്തിച്ചത്. ഇത്രയും ആയത്തുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത്. 23ാമത്തെ ആയത്ത് മുതൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് ഓതാം, ചർച്ച ചെയ്യാം. ഒന്ന് ശ്രദ്ധിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദാലികും ظنكم الذي ظننتم بربكم أرداكم فأصبحتم من الخاسرين. فإن يصبروا فالنار مثوى لهم وإن يستعتبوا فما هم من المعتبين. وقيضنا لهم قرناء فزينوا لهم ما بين أيديهم وما خلفهم وحق عليهم القول في قد خلت من قبلهم من الجن والإنس
من الجن والإنس إنهم كانوا خاسرين. لا نرجو. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وذلكم ظنكم الذي ظننتم بربكم أرداكم فأصبحتم من الخاسرين. فإن يصبروا فالنار مثوى لهم وإن يستعتبوا فما هم من المعتبين. وقيضنا لهم قرناء فزينوا لهم ما بين أيديهم وما خلفهم وحق عليهم القول في أمم قد خلت من قبلهم من الجن والإنس إنهم كانوا خاسرين. ഇരുപത്തിരണ്ടാമത്തെ ആയത്തിൽ അവസാനത്തിൽ അല്ലാഹു പറഞ്ഞൊരു കാര്യത്തിന്റെ പൂർത്തീകരണമാണ് ഈ ആയത്തിൽ പറയുന്നത് അല്ലെ. നിങ്ങളുടെ സ്വന്തം തൊലികളും നിങ്ങളുടെ തന്നെ കാഴ്ചയും കേൾവിയും ഒന്നും നിങ്ങൾക്കെതിരെ സാക്ഷി പറയുന്നതിൽ നിന്ന് നിങ്ങൾക്ക് മറഞ്ഞു നിൽക്കാൻ കഴിയുമായിരുന്നില്ല യഥാർത്ഥത്തിൽ. ഒരാക്കിനും വരണ്ടും പക്ഷെ നിങ്ങൾ വെറുതെ വ്യാമോഹിച്ചു ചിന്തിച്ചു പോയത് നിങ്ങൾ ചെയ്യുന്നതൊന്നും അല്ലാഹ് അറിയില്ല എന്ന ധാരണയാണ് അതിലായിരുന്നു നിങ്ങൾ. അത് തന്നെയാകുന്നു വന്നുക്കും നിങ്ങളുടെ ധാരണ, നിങ്ങളുടെ വിചാരം. അല്ലദീ വനന്തും ബിറബ്ബിക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കുറിച്ച് വിചാരിച്ച ഒരു തെറ്റായ വിചാരം അർദാക്കും, നിങ്ങളെ നാശത്തിലേക്ക് എത്തിച്ചതാകും. എന്താണ് ധാരണ? അള്ളാഹു എല്ലൊന്നും അറിയില്ല എന്നുള്ള ധാരണ, അള്ളാഹുവിന്റെ നോട്ടത്തെ കുറിച്ചുള്ള അശ്രദ്ധ, അല്ലെങ്കിൽ അതിനെ അവഗണിക്കൽ. അള്ളാഹു എന്നെ കാണുന്നുണ്ട്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്, എന്റെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു വീക്ഷിക്കുന്നുണ്ട് എന്നുള്ള അതിൽ നിന്നും അശ്രദ്ധമായി ജീവിക്കൽ. അർദാക്കും, അതാണ് നിങ്ങൾ നാശത്തിലേക്ക്. അങ്ങനെ നിങ്ങൾ ഏറ്റവും വലിയ നഷ്ടക്കാരിൽ പെട്ടുപോയി. അള്ളാഹിനെ കുറിച്ചുള്ള ആ ഒരു ധാരണയാണ് നിങ്ങളെ അതിലേക്ക് എത്തിച്ചത്. ഇനി അവിടെ നരകത്തിലേക്ക് എത്തുന്ന സമയത്ത്, നരകത്തിന് മുന്നിൽ കൊണ്ടുവന്നിട്ടാണ് ഇത് പറയുന്നതൊക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ആയത്തില്ലേ, അള്ളാഹുവിന്റെ ശത്രുക്കളെ നരകത്തിലേക്ക് തെളിച്ചു കൊണ്ടുപോകുമ്പോഴുള്ള സംഭാഷണമാണത്. പരലോകത്ത് നടക്കുന്ന ഒരുപാട് സംസാരങ്ങളും ചർച്ചകളും ഘട്ടം ഘട്ടമായിട്ടുള്ള വിചാരണയും ഒക്കെ പല രൂപത്തിൽ ഖുർആനിൽ വന്നിട്ടുണ്ട്. ചില സമയത്ത് ആരും സംസാരിക്കുന്നില്ല, അള്ളാഹുവിനെ കിട്ടിയവരുടെ. ചില സമയത്ത് വായക്ക് സീൽ വെച്ചിട്ട് കൈയും കാലൊക്കെ സംസാരിക്കുന്നു. ചില സമയത്ത് നേതാക്കന്മാരും അനുയായികളും പരസ്പരം കുറ്റപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു റസൂലും പറഞ്ഞതിന് അപ്പുറത്തേക്ക് നേതാക്കന്മാർ അന്ധമായി അനുകരിച്ച ആളുകളെ
അവര് പറയുന്നത് നിങ്ങളല്ലേ ഞങ്ങളെ തെറ്റിച്ചത്. നേതാക്കന്മാര് പറയുന്നത് സുഹൃത്ത് അൽബക്രയിൽ പറഞ്ഞില്ലേ, ഞങ്ങൾ നിങ്ങളെ വിളിച്ചിട്ടല്ലേ ഉള്ളൂ, നിങ്ങൾ ഞങ്ങളുടെ കൂടെ പോകുന്നതുകൊണ്ടല്ലേ. ഇനിയിപ്പോ നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, നമ്മളെല്ലാരും കൂടെ നരകത്തിലേക്ക് പോവാണ്. ആദ്യം ഇബ്ലീസ് അവിടെ എന്ത് പറയുന്നുണ്ട്, തന്റെ ഭാഗം ഒഴിവാക്കി പറയുന്നു. وقال الشيطان لما قضي الامر ان الله وعدكم وعد الحق ووعدتكم فاخلفتكم وما كان لي عليكم من سلطان. അള്ളാഹ് ഒരു കാര്യം പറഞ്ഞു, അള്ളാഹ് വാഗ്ദാനം നിറവേറ്റി, ഞാൻ പറഞ്ഞ വാഗ്ദാനം ഞാൻ ലംഘിച്ചു. എനിക്കൊരു അതീശത്വം ഉണ്ടായിരുന്നില്ല നിങ്ങളെ പേരില്. ഞാൻ വിളിച്ചപ്പോ നിങ്ങൾ വന്നു തിന്മയിലേക്ക്. എനിക്ക് നിങ്ങളെ സഹായിക്കാനും കഴിയും, നിങ്ങൾക്ക് എന്നെ സഹായിക്കാനും കഴിയണം. അങ്ങനെ പറഞ്ഞു ഒഴിവാകുന്നുണ്ട്. നേതാക്കന്മാർ ഒഴിവാകുന്നുണ്ട്. കൂട്ടുകാർ പരസ്പരം ഒഴിവാകുന്നുണ്ട്. കൂട്ടുകാർ പരസ്പരം എന്താണ്, എത്ര മോശപ്പെട്ട കൂട്ടുകാര് ഇല്ല, അത് വരുന്ന ആളുകളിലൊക്കെ ആവശ്യം വരുന്നുണ്ട്. മോശപ്പെട്ട കൂട്ടുകാർ. അതുപോലെ കൂട്ടുകാരൊക്കെ പരസ്പരം ശത്രുക്കളായി മാറുന്ന ദിവസമാണ് മുത്തഖീങ്ങൾ ഒഴികെ. അല്ലാഹു പറയാണ്, ഇനി അവരെല്ലാരും കൂടെ സഹിക്കാൻ ക്ഷമിക്കാന്ന് തീരുമാനിച്ചാലോ ഫന്നാറു മസ്വല്ലഹും, അവരുടെ പാർപ്പിടം നരകമാകുന്നു. അവരിനി ഖേദിച്ചു മടങ്ങി തൃപ്തിക്ക് അപേക്ഷിച്ചാലോ, എന്തെങ്കിലും ഒരു കാലയളവിന് വേണ്ടി, ഒരു ഇളവിന് വേണ്ടി അപേക്ഷിച്ചാലോ ഫമാഹും മിനൽ മുഅ്തബീൻ, അവർക്ക് അങ്ങനെ ഒരു ഇളവോ ഒരു മടക്കമോ നൽകപ്പെടുന്നതുമല്ല. കാരണം ക്ഷമിച്ചാലും ഇല്ലെങ്കിലും ഒരേ പര്യവസാനം. കാരണം ക്ഷമിക്കാനും സഹിക്കാനും തൗബ ചെയ്യാനും മടങ്ങാനും ഉള്ള അവസരം എവിടെയായിരുന്നു? ഈ ലോകത്തായിരുന്നു. അതിന്റെ സമയം കഴിഞ്ഞു. സപ്ലിമെന്ററി എക്സാം ഇല്ല. വേറെ ഏത് ദുനിയാവിലെ എക്സാമിൽ നമുക്ക് എന്തെങ്കിലും രണ്ടാമത്തെ ചാൻസ് ഉണ്ടോ? അതിലതില്ല അല്ലെ. അതാ റൂഹ് തൊണ്ടക്കുയിലെത്തോടു കൂടി അവിടെ തന്നെ ആവശ്യങ്ങൾ പറയുന്നില്ലേ, ഒന്ന് മടക്കി തന്നെങ്കിൽ നന്മ ചെയ്യാം, സ്വതക്കകൾ ചെയ്യാം, സൽക്കർമ്മങ്ങൾ ചെയ്യാം. പക്ഷേ അവിടെ തീരുമാനം പറഞ്ഞു കഴിഞ്ഞു, ഇനിയുള്ളത് ബർസഖിയായ ജീവിതമാണ്, ശേഷമുള്ള പരലോകത്താണ്. അതുപോലെ പരലോകത്തും തന്നെ അവർ ചോദിക്കുന്നുണ്ട്, ഞങ്ങളൊന്ന് മടക്കുകയാണെങ്കിൽ എന്താണ്, ഞങ്ങൾ നന്നായിക്കൊള്ളാം. പക്ഷെ ഇനി മടക്കപ്പെട്ടാലും അത് തന്നെയായിരിക്കും അവസ്ഥ എന്ന് അല്ലാഹു തന്നെ അവിടെ പറയുന്നത്. കാരണം മടക്കി ദുനിയാവിലേക്ക് മടക്കുകയാണെങ്കിലും ഇതേ ആളുകൾ എന്ത് ചെയ്യും, അവിടെ അതേ തിന്മകൾ ആവർത്തിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ പിന്നെ അല്ലാഹു കൊടുക്കുകയില്ല എന്നുള്ളതാണ്. കാരണം അവിടെ തീരുമാനം പറഞ്ഞു കഴിഞ്ഞു. ഈ ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള നമ്മുടെ വിചാരം, നമ്മുടെ ചിന്ത നന്നാക്കണം എന്നതാണ്. രണ്ട് രൂപത്തിൽ. കാരണം വദാലിക്കും വന്നുക്കും വനന്തും റബ്ബിക്കും അർദാക്കും ഫസ്ബഹ്തും മിനൽ ഖാസിരീൻ. നിങ്ങൾ റബ്ബിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിചാരം മോശമായതുകൊണ്ടാണ് നിങ്ങൾ നാശത്തിലെത്തിയത്. രണ്ട് രൂപത്തിൽ അള്ളാഹിനെ കുറിച്ച് മോശമായ വിചാരമുള്ള ആളുകളുണ്ട്. ഒന്ന്, അള്ളാഹുവൊന്നും ശ്രദ്ധിക്കുന്നില്ല, അള്ളാഹുവൊന്നും കാണൂല, ഞാൻ എന്ത് തോന്നിവാസം ചെയ്താലും ഒരു പ്രശ്നമില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾ. മറ്റൊരു കൂട്ടം ആളുകൾ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിരാശരാകുന്ന ആളുകൾ. രണ്ട് വിചാരം തെറ്റാണ്. അള്ളാഹു നമുക്ക് പുറത്തു തരൂല, അല്ലെങ്കിൽ അള്ളാഹുവിനെ സഹായിക്കൂല, അള്ളാഹുവിനെ രക്ഷിക്കൂല, അള്ളാഹുവിന്റെ സഹായം കിട്ടാൻ പോകുന്നില്ല, അങ്ങനെയുള്ള വിചാരങ്ങൾ. വിശുദ്ധ ഖുർആനിൽ ഉടനീളം അള്ളാഹു മുനാഫിക്കുകളുടെയും നിഷേധികളുടെയും കാഫിറുകളുടെയും ചിന്തയായിക്കൊണ്ടാണ് അതിനെ കുറിച്ച് പരിചയപ്പെടുന്നത്. നേരെ മുഅ്മിനീങ്ങളുടെ ചിന്ത എപ്പോഴും അള്ളാഹിനെ കുറിച്ച് നല്ല ചിന്തയായിരിക്കും. ഒന്നാമതായിട്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള നേരത്തെ പറഞ്ഞ പോലെ മുറാഖബത്ത് ഉണ്ടാകും, അള്ളാഹു കാണുന്നതിനുള്ള ബോധം ഉണ്ടാകും. കാരണം അള്ളാഹു സമീഅാണ്, അള്ളാഹു ബസീറാണ്, അള്ളാഹു അലീമാണ്, എല്ലാം കാണുന്നവനും കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. അള്ളാഹു എല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരാണ്.
ഒരു കറുത്ത പാറപ്പുറത്ത് കൂരിരുട്ടത്ത് ഒരു കറുത്ത ഉറുമ്പരിച്ചു പോയാൽ പോലും അള്ളാഹു അറിയുന്നുണ്ട്. ഒരു ഇല വീഴുന്നത് പോലും അള്ളാഹു അറിയുന്നുണ്ട്. ലുഖ്മാൻ തന്റെ പുത്രനോട് പറഞ്ഞു, യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദി യഅതി ബിഹാ അല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. എന്റെ കുഞ്ഞുമോനെ, ഒരു ചെറിയ കടുകുമണിയോളമാണെങ്കിൽ എന്നിട്ടത് ആകാശത്തോ ഭൂമിയിലോ എവിടെയോ അത് നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ ഒരു കറുത്ത പാറപ്പുറത്തായിരുന്നു അത്, അള്ളാഹു അതിനെ കൊണ്ടുവരും. അള്ളാഹുവിന്റെ എൽമിൽ നിന്ന്, അള്ളാഹുവിന്റെ കണക്കിൽ നിന്ന് ഒന്നും മാഞ്ഞു പോകുകയില്ല. അപ്പൊ ആ ബോധം ഉണ്ടാകും. രണ്ടാമത് എന്തെങ്കിലും തിന്മ സംഭവിച്ചാൽ തൗബ ചെയ്യുകയും അള്ളാഹുവിന്റെ ശിക്ഷ ഭയപ്പെടുകയും അള്ളാഹുവിന്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കുകയും ചെയ്തുകൊണ്ട് മുഅ്മിനീങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് നല്ല ചിന്ത ഉള്ളവരായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ പറഞ്ഞായിട്ട് കാണാം, അന ഇൻദ ദന്നി അബ്ദി ബി ഫല്യദുന്ന ബി മാ ശാ. അമാനി മൗലവി റഹ്മത്തുള്ളാഹി തഫ്സീറിൽ അത് ഈ ആയത്തിന്റെ താഴെ തഫ്സീറിൽ എടുത്ത് പറയുന്നുണ്ട്, എന്റെ അടിമ എന്നെ കുറിച്ച് എങ്ങനെയാണോ ചിന്തിക്കുന്നത് ഞാൻ അവനോട് അതുപോലെ ആയിരിക്കും. ചില ആളുകളുണ്ട്, അവർ എപ്പോഴും നെഗറ്റീവ് ചിന്ത മാത്രമുള്ള ആളുകളാണ്. അവരുടെ ജീവിതത്തിൽ നെഗറ്റീവുകളെ സംഭവിക്കുള്ളൂ. കാരണം എന്താ? കാരണം അവരെപ്പോഴും ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്ന എന്താണ്? കച്ചവടം നഷ്ടമാകും, ജോലി നഷ്ടപ്പെടും, ഞാൻ ആകെ പ്രശ്നത്തിലാകുക, വലിയ രോഗം എനിക്ക് വരും, നമ്മളെ ശത്രുക്കൾക്ക് പാടെ ആക്രമിച്ചിട്ട് നമ്മളെ ആകെ പെടുന്ന ഇല്ലാതാക്കും. അങ്ങനെ എപ്പോഴും അങ്ങനെയുള്ള ചിന്തകൾ മാത്രമുള്ള ആളുകൾ. അവർക്ക് എങ്ങനെ സമാധാനം ഉണ്ടാവും? മുഅ്മിനായ മനുഷ്യനെ എപ്പോൾ ചിന്തിക്കേണ്ടത് എന്താണ്? അള്ളാഹുവിനെ സഹായിക്കും, അള്ളാഹുവിനെ പുറത്തു തരും, അള്ളാഹുവിനെ സംരക്ഷിക്കും, ശത്രുക്കളെ തന്ത്രങ്ങളൊക്കെ അള്ളാഹു പരാജയപ്പെടുത്തും. ഞാൻ എന്നിൽ അർപ്പിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ റിസ്ക് അള്ളാഹ് ഏറ്റെടുത്ത കാര്യമാണ്. ജോലിക്ക് പോകാൻ അള്ളാഹു റസൂൽ പറഞ്ഞുകൊണ്ട് ഞാൻ ജോലിക്ക് പോകണം, പക്ഷെ റിസ്ക് കമ്പനിയല്ലേ തരുന്നത്, അതാണ് തരുന്നത്, കമ്പനി ശമ്പളം തരുന്നത്. ആരോഗ്യം അള്ളാഹുവാണ് തരുന്നത്, ഡോക്ടർ മരുന്നേ തരുന്നുള്ളൂ, ശിഫ അള്ളാഹുവാണ് നൽകുന്നത്. അസ്ബാബുകൾ നമ്മോട് തേടാൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മൾ തേടുന്നത്. മനസ്സ് കെട്ടപ്പെട്ടത് അസ്ബാബിലല്ല, മുസബ്ബിബുൽ അസ്ബാബായ അള്ളാഹുവിലാകും. ചെയ്യാനുള്ള അസ്ബാബുകളൊക്കെ കഴിഞ്ഞാലോ അതിനേക്കാൾ വലിയ പ്രതീക്ഷയാണ് അല്ലേ? ഒരു ഭാഗത്ത് ചെങ്കടലും പിന്നിൽ ഫറവയും സൈന്യവും ഇരിക്കുമ്പോൾ മൂസാ നബിയുടെ കൂട്ടുകാര് പറഞ്ഞു, നമ്മളെ കഥ കഴിഞ്ഞു. അസ്ബാബുകൾ അവസാനിക്കുന്നിടത്ത് അള്ളാന്റെ കുദറത്തുകൾ ആരംഭിക്കുന്നേ ഉള്ളൂ. ഭൗതികമായ നമ്മുടെ അളവ് കോലുകൾ അവസാനിക്കുന്നിടത്ത് അള്ളാഹുവിന്റെ കുദറത്തുകൾ, അത്ഭുതങ്ങൾ ആരംഭിക്കുകയാണ്. ലാ എന്നല്ല പറഞ്ഞത്, അറബിയിൽ കല്ല എന്ന് പറഞ്ഞ അതിനേക്കാൾ നല്ലൊരു ഉറപ്പ് പിന്നില്ല. ഒരിക്കലും നമ്മൾ അള്ളാഹു പാഴാക്കില്ല. എന്റെ റബ്ബിന്റെ കൂടെ ഉണ്ടെന്ന ഉറപ്പിനെക്കൊണ്ട് അവരെനിക്കൊരു വഴി കാണിച്ചത്. അതുപോലെ ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന സമയത്ത് ജനിച്ച നാട്ടിൽ നിന്ന് പലായനം ചെയ്തു, ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിട്ടുമില്ല, പിടിച്ചുകൊണ്ട് വരുന്നവർക്ക് 100 ഒട്ടകമാണ് ഇനാം പ്രഖ്യാപിച്ചത്. അപ്പൊ അല്ലാഹു ചോദിച്ചു, റസൂലെ ഒന്ന് താഴേക്ക് അവർ നോക്കിയാൽ നമ്മളെ കഥ കഴിഞ്ഞിട്ടോ? അല്ലാഹു റസൂൽ ചോദിച്ചെന്താണ്? ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا فأنزل الله سكينته عليه وأيده بجنود لم تروا. എന്താണ് പോക്കറെ വിചാരം? രണ്ടാളുടെ മൂന്നാമതായിട്ട് അള്ളാഹുവിലെ ഒരിക്കലും പ്രയാസപ്പെട്ട റബ്ബ് നമ്മുടെ കൂടെയുണ്ട്. അവിടെ അള്ളാഹു സക്കീനത്ത് ഇറക്കി കൊടുക്കുന്നതാണ്. അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരങ്ങൾക്ക് എപ്പോഴും അള്ളാഹു മനസ്സിൽ ശാന്തി ഇറക്കി കൊടുക്കും. ആ സക്കീനത്ത് എന്ന് പറയുന്നത് നമ്മുടെ അളവുകൾക്ക് അപ്പുറത്തായിരിക്കും. ശത്രുക്കളുടെ വളരെ വലിയ അക്രമങ്ങളൊക്കെ ഉണ്ടാകുമ്പോ മാനുഷികമായ എല്ലാ പരിധികളും അവസാനിക്കുമ്പോഴും ഗസയിലൊക്കെ ഉള്ള നമ്മുടെ സഹോദരന്മാർ അവർ പിടിച്ചെടുക്കുന്ന ആ ഈമാനിന്റെ പവർ കൊണ്ടാണ്, ആ സക്കീനത്ത് കൊണ്ടാണ് അള്ളാഹ് അവരെ മനസ്സിലേക്ക് ഇറക്കി കൊടുക്കണത്. അത് കണ്ടിട്ട് വേറെ ആളുകൾ ഇസ്ലാമിലേക്ക് വരും. അള്ളാഹുവിന്റെ ഹിക്മത്ത് നമുക്കറിയില്ല.
അത് കണ്ടിട്ട് വേറെ ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് ഇസ്ലാമിലേക്ക് വരികയാണ്. ബിസ്മില്ലാഹിർ റബ്ബിൽ ഗുലാം എന്ന് പറഞ്ഞിട്ട് അമ്പ ചെയ്തപ്പോ ആ ചെറുപ്പക്കാരൻ മരിച്ചുപോയി. പക്ഷെ നാട്ടിലെല്ലാവരും മുസ്ലിമായി എന്ന് പറഞ്ഞ പോലെ അള്ളാഹു എന്തായിരുന്നു ഉദ്ദേശം നമുക്കറിയില്ല. അപ്പൊ ഏത് കാര്യത്തിലും മുഅ്മിന് ഖൈർ ഉണ്ടാകും. അവനിൽ അർപ്പിതമായിട്ടുള്ള ശത്രുക്കളെ ആക്രമിക്കാൻ അവരാണ് പ്രതിരോധിക്കേണ്ടി വരും. പക്ഷെ അവൻ തവക്കുലാക്കുന്നത് ആ പ്രതിരോധ സംവിധാനങ്ങളിലല്ല, അള്ളാഹുവിലാണ്. അതുകൊണ്ടാണ് ഏറ്റവും വലിയ സൈന്യത്തെ മുന്നിൽ കണ്ടപ്പോ നമ്മുടെ കഴിവുകൾക്കും അപ്പുറത്തുള്ള കണ്ടപ്പോ സഹാബത്ത് പറഞ്ഞ എന്താണ്? الذين قال لهم الناس إن الناس قد جمعوا لكم فاخشوهم فزادهم إيمانا وقالوا حسبنا الله ونعم الوكيل. അഹ്സാബ് യുദ്ധത്തില് അതുപോലത്തെ ഒരു പ്രയാസം റസൂൽ സഹാബത്ത് വേറെ അനുഭവിച്ചിട്ടില്ല. കാരണം നല്ല തണുപ്പ്, നല്ല കാറ്റ്, അറേബ്യൻ ഗോത്രങ്ങൾ മുഴുവൻ മദീനക്കെതിരെ അങ്ങനെ ഒന്നിച്ചു വരികയാണ്. ജൂതന്മാര് ബനൂ ഖുറൈള, ബനൂ ഖൈനുഖ ഇവരൊക്കെ കരാർ ലംഘിച്ചു, അവരുടെ തനി സ്വഭാവം പുറത്തെടുത്തു. അതുപോലെ മുനാഫിക്കുകൾ മദീനയിൽ നിന്ന് ഒറ്റ കൊടുക്കുന്ന കുറെ ആളുകൾ അവിടെ അപ്പുറത്തുണ്ട്. പക്ഷെ ഒരു യുദ്ധവും ഇല്ലാതെ തന്നെ അള്ളാഹുവോട് വിജയം നൽകുക. സഹാബത്ത് ആ കണ്ടപ്പോഴേ പറഞ്ഞു ഹസ്ബുനല്ലാഹു വനിഅൽ വകീൽ. അവർ ഈമാൻ കൂടെ ചെയ്തു. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് നല്ല ചിന്ത ഉള്ളവരായിരുന്നു. വിശ്വാസം പറഞ്ഞു ലാ യമൂതന്ന അഹദുക്കും ഇല്ലാ വഹുവ യുഹ്സിനു ദന്ന ബിറബ്ബിഹി. നിങ്ങളിൽ ഒരാളും അള്ളാഹുവിനെ കുറിച്ച് നല്ല ചിന്തയോടുകൂടി മരിച്ചു പോകാൻ പാടില്ല. എന്റെ റബ്ബിനെ സഹായിക്കും, എന്റെ റബ്ബിനെ പുറത്തു തരും, എന്നിൽ അർപ്പിതമായിട്ട് കാര്യങ്ങൾ ഞാൻ ചെയ്യണം, തെറ്റ് സംഭവിച്ചാൽ തൗബ ചെയ്യണം, തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കണം, നന്മ അധികരിപ്പിക്കണം, ഭൗതികമായിട്ട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. പക്ഷേ അള്ളാഹുവിൽ പ്രതീക്ഷ എപ്പോഴും ഉണ്ടായിരിക്കണം. ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാം ലാ യമൂതന്ന അഹദുക്കും ഇല്ലാ വയഹ്സിനു ദന്ന ബില്ലാഹി തആല ഫഇന്ന ഖൗമൻ അർദാഹും സൂഉ ദന്നഹിം ബില്ലാഹ് ഫഖാല അല്ലാഹു വദാലികും ദന്നുകും അല്ലദീ ظننتم بربكم അർദാകും ഫഅസ്ബഹ്തും മിനൽ ഖാസിരീൻ. നമ്മൾ ഓതിയ ആയത്തിലെ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത മോശമായപ്പോൾ നിങ്ങൾ നാശത്തിലേക്ക് എത്തി. റസൂൽ പറയാണ് ലാ യമൂതന്ന അഹദുക്കും ഇല്ലാ വഹുവ യുഹ്സിനു ദന്ന ബിറബ്ബിഹി. നിങ്ങളിൽ ഒരാളും തന്റെ റബ്ബിനെ കുറിച്ച് നല്ല ചിന്തയോടുകൂടി മരിച്ചു പോകാൻ പാടില്ല. ഫഇന്ന ഖൗമൻ അർദാഹും സൂഉ ദന്നഹിം ബില്ലാഹ്. ഒരു വിഭാഗം ആളുകൾ മോശമായ ചിന്ത റബ്ബിനെ വെച്ച് പുലർത്തിയപ്പോൾ അത് അവരെ നാശത്തിലേക്ക് എത്തി. അവരെ കുറിച്ചാണ് അല്ലാഹു പറഞ്ഞത് വദാലികും ദന്നുകും അല്ലദീ ظننتم بربكم അർദാകും. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കുറിച്ചുള്ള നിങ്ങളുടെ ആ ചിന്ത കൊണ്ടാണ് നിങ്ങൾ നാശത്തിലേക്ക് എത്തിയത്. ഫഅസ്ബഹ്തും മിനൽ ഖാസിരീൻ. ഏറ്റവും വലിയ നഷ്ടക്കാരിൽ പെട്ടുപോയി. നമ്മള് എപ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത നന്നാക്കേണ്ടതുണ്ട്. ഇപ്പൊ നല്ല ചെറുപ്പക്കാരനായ ഒരു യുവാവ്, നല്ല ശരീരത്തിന് നല്ല ആരോഗ്യമുണ്ട്, മനസ്സിന് നല്ല ആരോഗ്യമുണ്ട്, നന്മകൾ ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങൾ മുന്നിലുണ്ട്, തിന്മകൾ ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങൾ മുന്നിലുണ്ട്. അവനോട് നമ്മൾ രണ്ടും പറയണം. അള്ളാഹുവിന്റെ അദാബിനെ കുറിച്ചും പറയണം, അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ചും പറയണം. നന്മ ചെയ്യുന്നവർക്ക് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ചും വലിയ വലിയ അനുഗ്രഹങ്ങളെ കുറിച്ചും പറയണം. തിന്മ ചെയ്യുന്നവർക്ക് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന ശിക്ഷയെ കുറിച്ച് പറയണം. കാരണം അവൻ എപ്പോഴും മനസ്സിൽ അള്ളാഹിനെ കുറിച്ചുള്ള പേടിയും വേണം, പ്രതീക്ഷയും വേണം. ഒന്ന് മാത്രം പറഞ്ഞിട്ട് അവൻ നാശത്തിലേക്ക് എത്തിക്കാൻ പാടില്ല. ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ പോലെ ഒരു പക്ഷിയുടെ രണ്ട് ചിറക് പോലെയാണ് ഖൗഫും റജാവും. അള്ളാഹിനെ കുറിച്ചുള്ള പേടിയും പ്രതീക്ഷയും. ഒരു ചിറക് വെട്ടിയാൽ പക്ഷി താഴെ വീണു പോകും. പേടി മാത്രം കൂടിയപ്പോഴാണ് ഖവാരിജികൾ പേച്ചു പോയത്. ഒരു വൻപാപം ചെയ്ത ഇസ്ലാമിന് പുറത്ത്, ചിലപ്പോ കുഫർ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അത് ഇസ്ലാമിന്ന് പുറത്തു വന്ന് കുഫറാവില്ലേ. കുഫറിൽ തന്നെ പല ഇനമുണ്ട്, ഷിർക്കിൽ പല ഇനമുണ്ട്, നിഫാഖ് അമലിയും എത്തിഖാദിയും ഉണ്ട്, കുഫറും ദൂര കുഫറുണ്ട്, ഷിർക്കും അക്ബറും ഷിർക്കും അസ്ഗറും ഉണ്ട്. പക്ഷെ അവരെ കണക്കിൽ എല്ലാം ഒന്നാണ്, അല്ലെ ഒന്ന് ചെയ്താൽ ഉടനെ പുറത്താണ്. അതുകൊണ്ട് തന്നെ അവര് മുസ്ലിമീങ്ങളെ വലിയ വിഭാഗത്തിൽ എന്ത് ചെയ്തു? തക്ഫീർ ചെയ്തു. അവർക്ക് ഖൗഫ് കൂടിയതാണ്, അവ പേടി കൂടിയതാണ്. ഇനി പ്രതീക്ഷ മാത്രം കൂടിയാലോ അതും അപകടമാണ്. പ്രതീക്ഷ കൂടിയവരാണ് മുർജിയാക്കൾ എന്ന് പറഞ്ഞ വിഭാഗം. ചരിത്രത്തിൽ ഇതിനൊക്കെ ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. അവര് പറഞ്ഞതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ പിന്നെ എന്തും ചെയ്യാം. നിങ്ങളെ ഈമാനും ജിബ്രീലിന്റെ ഈമാനും അബൂബക്കറിന്റെ ഈമാനും റളിയല്ലാഹു അൻഹു ഒരേ മാതിരിയാണ്.
നിങ്ങൾ അടിച്ചു പൊളിച്ച് എന്ത് വേണം ചെയ്തോളൂ, പക്ഷെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി ചെല്ലിയാൽ മതി. മുർജിയാക്കുന്ന വിഭാഗമാണ്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ഇതിന് രണ്ടിന്റെയും മധ്യത്തിലാണ്. അതാണ് യഥാർത്ഥ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരാൾ വൻപാപം ചെയ്താൽ അയാൾ ശിക്ഷക്ക് അർഹനായി. ശിക്ഷിക്കണോ വേണ്ടി ആര് തീരുമാനിക്കും? അള്ളാഹു തീരുമാനിക്കും. ഒരാൾ വൻപാപം ചെയ്താൽ അയാൾ ശിക്ഷക്ക് അർഹനായി. ശിക്ഷിക്കണോ വേണ്ടി തീരുമാനിക്കേണ്ട അള്ളാഹുവാണ്. അയാൾ മരണപ്പെട്ടു പോയാൽ നമ്മൾ അയാൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യും, മഗ്ഫിറത്തിന് വേണ്ടി തേടും, റഹ്മത്തിന് വേണ്ടി തേടും. അള്ളാഹു ഉദ്ദേശിച്ചാൽ ശിക്ഷിക്കും, അത് ഉദ്ദേശിച്ചാൽ പുറത്തു കൊടുക്കും. ആകാശഭൂമികളുടെ ആധിപത്യം അള്ളാഹ്ക്കാണ്. അത് തീരുമാനിക്കുന്നവർക്ക് അള്ളാഹ് പുറത്തു കൊടുക്കും, അത് തീരുമാനിക്കുന്നവർ അള്ളാഹു ശിക്ഷിക്കും. അപ്പൊ തിന്മ ചെയ്താൽ ശിക്ഷക്ക് അർഹനായെന്നുള്ളതിന്റെ പേടിണ്ടാക്കുന്ന സംഗതിയാണ് തൗബ ചെയ്യാൻ വേണ്ടി പറയുന്നത്. ആ രണ്ടിന്റെയും മധ്യത്തിലാണ് ഒരു മുഅ്മിൻ ജീവിക്കേണ്ടത്. ഇനി ഒരാള് അയാൾ ആ ജീവിത കാലത്തൊക്കെ പരമാവധി നന്മ ചെയ്തു, ദീനിനു വേണ്ടി പ്രവർത്തിച്ചു, ദഅവാ രംഗത്തൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചു, പരമാവധി തിന്മയിൽ നിന്നൊക്കെ വിട്ടുനിന്നു, മാനസികമായ ചില പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലും പരമാവധി ശ്രദ്ധിതുവോ കാര്യമോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം അങ്ങനെ സുഖമില്ലാതെ കിടക്കാണ്. ആശുപത്രിയിൽ നമ്മൾ കാണാൻ ചെല്ലുമ്പോ നമ്മൾ ആ മനുഷ്യനോട് പറയേണ്ടത് അദാബിനെ കുറിച്ചല്ല, ഖബർ ശിക്ഷയെ കുറിച്ചല്ല, നരകത്തെ കുറിച്ചല്ല. നമ്മൾ പറയേണ്ടത് എന്താണ്? നിങ്ങൾ ദീനിന് വേണ്ടി പ്രവർത്തിച്ച ആളാണ്, നിങ്ങൾ തൗഹീദിന് വേണ്ടി പ്രവർത്തിച്ച ആളാണ്, നിങ്ങൾ സമൂഹത്തിലെ ഹറാമുകൾക്കും തിന്മകൾക്കും എതിരെ പ്രവർത്തിച്ച ആളാണ്. അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ കുത്തേറ്റ് കിടക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ വന്ന രംഗം ചരിത്രത്തിൽ കാണാം. അദ്ദേഹം റളിയല്ലാഹു പറയുന്നത്, യാ ഉമർ, യാ അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ശത്രുവായിരുന്ന ഒരു കാലത്ത്, പിന്നെ നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും അടുത്ത ആളായി, നിങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സന്തത സഹചാരിയായിട്ട് തുടർന്നു, പിന്നെ നിങ്ങൾ മുഅ്മിനീങ്ങളുടെ രണ്ടാം ഖലീഫയായി. അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ കരയുന്ന ഉമറിനെയാണ് ഞങ്ങൾക്ക് പരിചയം. ഏറ്റവും വലിയ ധീരനും പോരാളിയും ശൂരനുമായിരുന്ന ഉമർ അള്ളാഹുവിന്റെ ഒരു വാക്ക് പറഞ്ഞാൽ ഉടനെ അവിടെ നിൽക്കും, അവിടെ അങ്ങോട്ട് പിന്നെ കാലെടുത്ത് വെക്കൂല. ഖുർആൻ കേൾക്കുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. ഖുർആനിന്റെ അഹരികാരനെയും പറഞ്ഞ ഉടനെ അത് അംഗീകരിക്കുന്ന ആളായിരുന്നു. അങ്ങനെ നന്മകൾ ഓർമ്മിപ്പിച്ചു. ആ ചെറുപ്പക്കാരന്റെ വസ്ത്രം ഞെരിയായോട് താഴെ ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഉമർലാനു ആ സമയത്ത് പോലും തിരുത്തുന്നുണ്ട്. നമ്മൾ ആ ഹദീസ് കേട്ട് പരിചയമാണ് അല്ലെ? എന്റെ കുഞ്ഞു മോനെ നീ അത് ഉയർത്തണം, അള്ളാഹ്ക്ക് ഇഷ്ടവും നിന്റെ വസ്ത്രത്തിന് വൃത്തിയും അതാണ് പറഞ്ഞു വന്നത്. അപ്പോഴും ഉമർലാന്റെ നന്മകൾ അദ്ദേഹം ഓർമ്മിപ്പിച്ചില്ല. അതുപോലെ സഹാബികൾക്ക് ആ ഒരു ശീലം ഉണ്ടായിരുന്നു. ഒരാള് സുഖമില്ലാതെ കിടക്കുമ്പോൾ അവർ വന്നിട്ട് അവരുടെ നന്മകൾ എന്ത് ചെയ്യും? ഓർമ്മിപ്പിക്കും. നമ്മൾ ചെയ്യേണ്ട എന്താണ്? ആ മനുഷ്യന്റെ നന്മകൾ ഓർമ്മിക്കുക, അയാൾക്ക് അള്ളാഹിനെ കുറിച്ച് നല്ല ചിന്ത ഉണ്ടാക്കുക. അല്ലാതെ അയാളോട് നമ്മൾ പറഞ്ഞ എന്താല്ല, അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയത് തിന്മകൾ ഓർമ്മിപ്പിക്കല്ലേ വേണ്ടത്. അല്ലെങ്കിൽ അയാളുടെ നിലപാടിൽ വന്ന് എന്തെങ്കിലും മോശത്തരങ്ങൾ പറഞ്ഞിട്ട് അയാളെ നിരാശനാക്കില്ല വേണ്ടത്. അയാളെ പ്രതീക്ഷ ഉണ്ടാക്കുന്ന വാക്കുകളാണ് പറയുന്നത്. ലാ യമൂതന്ന അഹദുക്കും ഇല്ലാ വഹുവ യുഹ്സിനു ദന്ന ബിറബ്ബി. അത് നമ്മളും തന്നെ നമ്മളെപ്പോഴും അള്ളാഹിനെ കുറിച്ച് നല്ല പ്രതീക്ഷ ഉണ്ടാകും. ഇപ്പോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. കൗൺസിലിംഗ് ഒക്കെ നടത്തുന്ന ആളുകൾ പറയുന്ന ഒരു സംഗതിയാണ് എന്ത്? പോസിറ്റീവ് ചിന്ത, പോസിറ്റീവ് എനർജി. ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഖുർആനിലും ഹദീസിലും പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളാണ്. അവര് ഇതിൽ നിന്നൊക്കെ എടുത്തിട്ട് അവരത് കൂടുതൽ പഠനം നടത്തി അതൊരു പഠനശാഖയാക്കി മാറ്റുന്നേ ഉള്ളൂ. നബിയുടെ ഇടയ്ക്ക് ഒരു ആള് വന്നിട്ട് പറഞ്ഞു, സുഖല്ല നബി എന്ന് പറഞ്ഞപ്പോ ആദ്യ റസൂൽ അള്ളാഹ് ശിഫാക്കട്ടെ. അപ്പൊ ആ മനുഷ്യൻ പിന്നെയും പറഞ്ഞത്, ശക്തമായ പനിയാണ്, ഞാനാണെങ്കിൽ വയസ്സനാണ്, ഇതിന്റെ കബറിലേക്ക് എത്തിക്കും. റസൂൽ അള്ളാഹ് ശിഫാക്കട്ടെ. പിന്നെ നല്ല പനിയാണ്, ഞാനാണെങ്കിൽ വയസ്സനാണ്, ഇതിന്റെ കബറിലേക്ക് എത്തിച്ചു കടന്നു. വിശ്വാസം പറഞ്ഞു ഇതൻ കഥാരി. പിന്നെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആവും. ഇത് രാവിലെ ആയപ്പോ അയാളെ മരണ വാർത്ത മരണം കണക്കാക്കിയത്. പക്ഷെ അയാൾക്ക് അള്ളാഹ് ശിഫാക്കട്ടെ റസൂൽ പറഞ്ഞപ്പോ ആമീൻ പറഞ്ഞാൽ മതിയായിരുന്നു. അത് നമ്മുടെ ജീവിതത്തില് അങ്ങനെ പല സംഗതികളും ഉണ്ടാവും. നമ്മളെപ്പോ നല്ല വാക്ക് ഇഷ്ടമായിരുന്നു. ആകെ ഇങ്ങനെ പ്രശ്നം ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയമാണ് ഹുദൈബിയ സന്ധി അല്ലെ? സുഹൈല് റളിയല്ലാഹു അൻഹു അന്ന് മുശ്രിക്കാണ്. സുഹൈൽ ഇബ്നു അംറാണ് വരുന്ന പറഞ്ഞപ്പോൾ വിശ്വാസം
നിങ്ങളെ കാര്യം എളുപ്പമായി. വന്നത് സുഹൈലാണ്, ആള് മുശ്രിക്കാണ്. പക്ഷേ സുഹൈൽ ബുദ്ധിമാനാണ്. മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ നല്ല പക്വതയും കാര്യവരുള്ള ആളാണ്. അബൂജഹലിനെ പോലെ എഴുത്തിയാളുന്ന ആളല്ല. തന്ത്രശാലിയാണ്. അവസരങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ആളാണ്. കാര്യങ്ങൾ എളുപ്പം ചെയ്യുന്ന ആളാണ്. അല്ലെ, നിങ്ങളെ കാര്യം എളുപ്പമായി. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കാണാൻ സാധിക്കും. ഖന്തഖ് യുദ്ധത്തില് നേരത്തെ പറഞ്ഞ പോലെ അഹ്സാബിലെ സമയത്ത് ഇങ്ങനെ കടക് കയറിയിട്ട് വിശപ്പ് കൊണ്ട് എന്താണ് കല്ല് കെട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോ രാവിലെ പുത്തൂറാക്കി ഇപ്പം ഭക്ഷണം വരുമ്പോൾ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം വരുന്നുണ്ടാവില്ല, ഇയാള് നീട്ടിക്കൊണ്ടുപോകാറുണ്ട്. 1-2 ദിവസം ഭക്ഷണം കഴിക്കാനാണ് ഈ കിഴങ്ങ് കയറുന്നത്. നബിയെ ഞാനിവിടെ കല്ല് കെട്ടി വെച്ചിരുന്ന് കാണിക്കാൻ വേണ്ടി വരുമ്പോ റസൂല് കുപ്പായ വൃത്തി കാണിച്ചോളൂ. ഞാൻ 2 കല്ല് വെച്ചിട്ടുണ്ട്. കാരണം ഇത് വെച്ച് കെട്ടി നേരെ എന്നാലേ ഈ കാസോണ്ട് വെട്ടാൻ പറ്റുള്ളൂ. ആ സമയത്ത് പൊത്തിയാൽ പൊളിയാത്തൊരു പാറക്കല്ല് ആ കിടങ്ങിലുണ്ട്. വന്നിട്ട് അല്ലാഹു അക്ബർ ഉഅതീതു മഫാത്തിഹ കിസ്റ, അല്ലാഹു അക്ബർ ഉഅതീതു മഫാത്തിഹ യമൻ. ഓരോ തക്ബീർ ചൊല്ലും. സഹാബത്ത് പറഞ്ഞു വളരെ വലിയൊരു പ്രകാശങ്ങൾ കാണാൻ സാധിച്ചു. ആ പാറക്കല്ല് പൊട്ടി കഷ്ണം കഷ്ണമായി പോയി. റസൂൽ ആ ഒരു വെട്ടില് അല്ലെ, ഓരോ വെട്ടിന്റെ കൂടെ തക്ബീർ ചൊല്ലും. കിസ്റയുടെ താക്കോലുകളിലേക്ക് ലഭിച്ചിരിക്കുന്നു, യമനിന്റെ താക്കോലുകളിലേക്ക് ലഭിച്ചിരിക്കുന്നു. 4 ഭാഗം ശത്രുക്കളെ ഉള്ളിൽ മുനാഫിക്കുകളും ഈ മദീനത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി കിടക കയറാണ്. 2-3 ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. ആ സമയത്ത് പറയുന്നത് യമനിന്റെ താക്കോലുകൾ ലഭിച്ചിട്ടുണ്ട്, പേർഷ്യയുടെ താക്കോലുകൾ ലഭിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. സ്വന്തം നാട്ടിൽ നിന്ന് പുറത്തായി നേരത്തെ പറഞ്ഞ പോലെ മദീനയിലേക്ക് എത്തിയിട്ടില്ല. തലയ്ക്ക് ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സുറാഖത്ത് ബിൻ ജോശം വന്നിട്ട് പിടിക്കാൻ വേണ്ടി ആഞ്ഞപ്പോൾ കുതിരയുടെ കുളമ്പ് താഴെ പോയി 3 പ്രാവശ്യം ആപത്ത് നമ്മൾ കേട്ട ചരിത്രമാണ്. മടങ്ങി പോകുമ്പോ സുറാഖിനോട് റസൂൽ പറയുന്നത് കൈഫ ലൗ ഉൽബിസ്ത സിവാറൈ കിസ്റ. സുറാഖ് ഒരു കാലം വരും അന്ന് കിസ്റയുടെ രാജധാനിയും കിസ്റയുടെ ആധിപത്യങ്ങളൊക്കെ എന്റെ ഉമ്മത്തിന്റെ കീഴായിരിക്കും. അന്ന് ആ വളകൾ നിങ്ങൾക്ക് അണിയിക്കപ്പെടുന്ന ഒരു ദിവസം വരും. അന്ന് എങ്ങനെ ഉണ്ടാവും? സുറാഖ് അതിനെ നിഷേധിച്ചില്ല. കാരണം തൊട്ട് മുമ്പ് അത്ഭുതം കണ്ടാ മടങ്ങുന്നത്. ഉമർലാന്റെ കാലത്ത് ആ സംഭവം പുലർന്നില്ലേ. പക്ഷെ എങ്ങനെയാണ് ആ സമയത്ത് അത്ര പ്രതീക്ഷയോട് പറയാൻ സാധിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ വഹയും അതോടൊപ്പം അള്ളാഹുവിനുള്ള പ്രതീക്ഷയുമാണ്. ആ ഹുസ്നു തന്നെയാണ്. നമ്മള് ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഏത് വിഷയം, നമ്മുടെ വ്യക്തിപരമായ വിഷയമാണെങ്കിലും, ജോലിന്റെ വിഷയമാണെങ്കിലും, കുടുംബത്തിന്റെ വിഷയമാണെങ്കിലും, നമ്മുടെ മുസ്ലിം ഉമ്മത്തിന്റെ വിഷയമാണെങ്കിലും, നമ്മുടെ വ്യാപാരരംഗത്താണെങ്കിലും, നമ്മുടെ പ്രവർത്തന മേഖലയിലും, എല്ലാ മേഖലയിലും എല്ലാം കഴിഞ്ഞു, നശിച്ചു, തകർന്നു എന്നുള്ള ചിന്തയിലുണ്ടാവും. ജാഗ്രത വേണം, നമ്മൾ മുൻകരുതലുകൾ വേണം, പ്രവർത്തനങ്ങൾ വേണം. അതോടൊപ്പം അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ചിന്തയും പ്രതീക്ഷയും വേണം. ആ നിലയ്ക്ക് അള്ളാഹു നല്ല പ്രതീക്ഷ വെച്ച് പ്രവർത്തിക്കൊണ്ട് ജീവിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ആ നിലയ്ക്ക് തന്നെ മുഹ്സിനീങ്ങളായിക്കൊണ്ട് മരണപ്പെടാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. اللهم اشف مرضانا ومرضى المسلمين وارحم موتانا وموتى المسلمين. اللهم أعز الإسلام والمسلمين وذل الشرك والمشركين ودمر أعداء الدين. وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين. السلام عليكم.